ക്രൈസ്തവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ യേശു നമ്മോട് ചോദിക്കുന്നത് വളരെ ലളിതമാണെങ്കിലും ആഴമുള്ള ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ആരാണ് യഥാർത്ഥത്തിൽ നിറവേറ്റുന്നത്? വാക്കുകളിൽ സമ്മതം പറയുന്നവരോ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അനുസരിക്കുന്നവരോ? യേശു പറയുന്ന ഉപമയിൽ 2 പുത്രന്മാരുണ്ട്. ഒരുവൻ അപ്പൻ്റെ വിളിക്ക് തുറന്ന് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് മനസ്സ് മാറ്റി അപ്പൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുന്നു. മറ്റേ പുത്രൻ ആദ്യം പോകാമെന്ന് പറഞ്ഞെങ്കിലും പ്രവൃത്തിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഈ ഉപമയിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവദൃഷ്ടിയിൽ വാക്കുകളേക്കാൾ പ്രധാനമാണ് ജീവിതത്തിലെ പ്രവൃത്തികൾ എന്നതാണ്. ഇവിടെ യേശു നികുതി പിരിക്കുന്നവരെയും പാപികളെയും ഉദാഹരണമായി ഉയർത്തുന്നു. സമൂഹം തള്ളിക്കളഞ്ഞ ഇവർ യോഹന്നാൻ്റെ ജ്ഞാനസ്നാന വിളിക്ക് പ്രതികരിച്ച് മാനസാന്തരം നേടി ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നു. അതേസമയം നിയമവും മത ആചാരങ്ങളും അറിയാമായിരുന്ന മതനേതാക്കൾ സത്യം കണ്ടിട്ടും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇതുവഴി യേശു നമ്മോട് ശക്തമായി പറയുന്നു, ദൈവരാജ്യം അവകാശം കൊണ്ടല്ല, അനുസരണത്തിലൂടെയാണ് നേടപ്പെടേണ്ടത്. ഈ വചനഭാഗം ഇന്നത്തെ നമ്മുടെ ജീവിതത്തോടും ശക്തമായി സംസാരിക്കുന്നു. നാം പലപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സഭയിലേക്കുള്ള പങ്കാളിത്തം, പ്രാർത്ഥന, മത ആചാരങ്ങൾ ഇവയെല്ലാം നല്ലതാണ്. പക്ഷേ അവയ്ക്ക് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത് സ്നേഹത്തിലൂടെയും നീതിയിലൂടെയും മാനസാന്തരങ്ങളിലൂടെയുമുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ മാത്രമാണ്. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു തീരുമാനത്തിലേക്കാണ് വിളിക്കുന്നത്. വാക്കുകളിൽ മാത്രം വിശ്വാസികളാകണോ, പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ മക്കളാകണോ? ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ ഉള്ള കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.